ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ഇന്ന് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീട്ടിലത്തെ ജോലികൾ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് പുറത്ത് പോകാനുള്ള ചാൻസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം നേരെ പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോത്തിൽ ഞാൻ പറഞ്ഞു, പിന്നെ കന്നഡ പഠിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ 5-6 പേര് എനിക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്, പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ്, ചേച്ചി നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അത്ര ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അറിയില്ല. പക്ഷെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് കന്നഡ പഠിപ്പിച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് കന്നഡ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. കന്നഡ ഒരു 10 വേർഡ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് മലയാളത്തിൽ പറഞ്ഞു തരും. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ട് പഠിക്കുക. പിന്നെ ഫസ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളെ കിച്ചണിൽ ജോലികളൊക്കെ എടുക്കുമ്പോൾ, പിന്നെ അങ്ങോട്ട് നമ്മളെ മക്കളും ഹസ്ബൻഡും ഉണ്ടാവും. പിന്നെ കിച്ചണിൽ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുക, പിന്നെ പഠിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വേഗം പഠിച്ച് കിട്ടും. പിന്നെ അങ്ങനെ തന്നെ ഞാനും പഠിച്ചത്. ഒരു ചെറിയ രണ്ടക്ഷരമുള്ള ഇങ്ങനെ വേർഡ് അത് എഴുതി വെച്ചിട്ട്, പിന്നെ അതിൻ്റെ മീനിങ്സ് മലയാളത്തിൽ എഴുതി വെച്ചിട്ടാണ് ഞാനും പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് കന്നഡ 10 വേർഡ്. അപ്പോൾ ആ വേർഡിൻ്റെ പേരെന്താ പറഞ്ഞാൽ, നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. ഓക്കെ, കിച്ചണിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വെള്ളം, വാട്ടർ. അതിന് കന്നഡത്തിൽ പറയുന്നത് നീരു. ഓക്കെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ചോറ്. ചോറ് മീൻസ് റൈസ്. അപ്പോൾ കന്നഡയിൽ പറയാൻ പോകുന്നത് അന്ന. ഓക്കെ, തേർഡ് വൺ കറി. കറി മീൻസ് സാരു. കന്നഡയിൽ പറയുന്നത് സാരു. നെക്സ്റ്റ് വൺ ചമ്മന്തി. അപ്പോൾ ചമ്മന്തി നമ്മൾ എന്തായാലും വീട്ടിൽ നമ്മൾ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നമുക്ക് ചമ്മന്തി അല്ലേ. അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ചമ്മന്തി കൂട്ടി ചോർത്തിനും, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചമ്മന്തി. അപ്പോൾ വേറെ ചമ്മന്തി പഠിച്ചെടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ചമ്മന്തി എഴുതിയെടുത്തത്. ചമ്മന്തി മലയാളത്തിലല്ലേ. അപ്പോൾ കന്നഡത്തിൽ ചട്നിയാണ് പറയുന്നത്, ചട്നി. ഓക്കെ, നെക്സ്റ്റ് മീന്, ഫിഷ്. അപ്പോൾ കന്നഡയിൽ പറയുന്നത് മീനു. മീനു മാറ്റമില്ല കേട്ടോ, ചെറുതായിട്ട് മാറ്റമുള്ളൂ. അതിൻ്റെ ശേഷം അടക്കള, കിച്ചൺ. അപ്പം ഞങ്ങൾ കന്നഡയിൽ പറയുന്നത് അടികെ റൂമു. ഓക്കെ, നെക്സ്റ്റ് അരി. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ, അരി. അപ്പോൾ ആ അരിക്ക് ഞങ്ങൾ പറയുന്നത് റൈസ്. അപ്പോൾ അതിന് പറയുന്നത് അക്കിയാണ് കേട്ടോ. അരി, അക്കി. നെക്സ്റ്റ് തക്കാളി. നമ്മളെ കറി ഉണ്ടാക്കല് തക്കാളി. അതിന് കന്നഡയിൽ പറയുന്നത് ടൊമാറ്റോ ഹന്നോ. ഓക്കെ, ടൊമാറ്റോ ഹന്നോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ ഉള്ളി, വെല്ലുള്ളി പറയില്ലേ നിങ്ങൾ. അപ്പോൾ അതിന് നമ്മളെ ഇതിൽ ഉള്ളാഗഡ്ഡി പറയും. ഉള്ളാഗഡ്ഡി. ഓക്കെ, സോ ഗൈസ്, ഈ 10 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വേഗം അത് പഠിച്ചെടുത്തവർ എനിക്ക് ഡയറക്റ്റായിട്ട് കോൾ ചെയ്താലും കുഴപ്പമില്ല, മെസ്സേജ് ചെയ്താലും കുഴപ്പമില്ല, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്താണ് അഭിപ്രായം പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നിങ്ങൾക്കിത് ഞാനിപ്പോൾ പഠിപ്പിച്ചു കൊടുത്തത് ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ വേറെ പിന്നെ കുറേ ഉണ്ടല്ലോ, അത് പഠിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, എന്നെ വിളിക്കണം, ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതൊരു എന്താ പറയുക, ഒരു ലെസൺ. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും.
ഇങ്ങനെ ഞാൻ എപ്പോഴും വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എങ്ങനെ തോന്നുന്നുണ്ട് എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളൂ. കാരണം നല്ലതാണോ, അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെ എന്താ ഒരു നിങ്ങൾക്ക് തോന്നിയാലും എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, എന്നാൽ ഓക്കെ, ഇനി നമുക്ക് നാളെ കാണാം. നാളെ ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വേറെ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണാം. ബൈ ബൈ.